മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഫുൾ മൂണാണ് കേട്ടോ. ഇന്നലെ എന്താ ഡ്രാഗൺ മൂണോ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ റെഡ് കളർ മൂണായിരുന്നു ഇവിടെ. ഇന്നിപ്പോൾ ഇതാ കാർമേഘമൊന്നും കാണുന്നില്ല. ഇന്നലെ ഇങ്ങനെ മേഘം മൂടിയിട്ടുണ്ടായിരുന്നേ. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ കൂട്ടങ്ങളായിട്ട് വന്ന് താമസിക്കുന്നവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടൊരു ഷെഡ് പോലെ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നുണ്ട്. അതിനുള്ളിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. ഹായ് ശോഭ ചേച്ചി, അല്ല സുജാത ചേച്ചി. ഓക്കെ, ഗുഡ് മോർണിംഗ്. അങ്ങനെ അമ്പിളി അമ്മാവ നിൻ താമര കുമ്പിളിൽ എന്തുണ്ട്. ഇപ്പോൾ രാവിലെ സമയം 5:15. ഇന്ന് ഞങ്ങൾ 5:30ക്കാണ് പാമ്പൻ പാലത്തിൻ്റെ അവിടെ പോകുന്നത്. ഇന്ന് രാവിലെ നമ്മൾ പോകുന്നത് പാമ്പൻ പാലത്തിൽ സൺറൈസ് കാണാനാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് സൺറൈസ് കിട്ടിയിട്ടില്ല. സൺസെറ്റ് അടിപൊളിയായിരുന്നു ഇന്നലെ. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറി തഞ്ചാവൂർ എന്ന് പറയുന്നത്. രാമേശ്വരത്ത് വന്നാൽ ധനുഷ്കോടിയിലെ ലൈറ്റ് ഹൗസ് 10 to 5 ആണ് ടൈം. അതിൻ്റെ മുകളിൽ കയറണം. പറ്റണി നടന്ന് തന്നെ കയറണം. അടിപൊളിയാണ്. ഓരോ ജനലിലെത്തുമ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര എനിക്ക് അടിപൊളിയായി തോന്നിയത്. സൺസെറ്റ് നന്നായിരുന്നു. ഇന്ന് സൺറൈസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് അരിയമ്മൻ ബീച്ചിൽ കുളിക്കാൻ കൂടി പോവുകയാണ്. കവറും ഡ്രസ്സൊക്കെ ഉണ്ട്. രാവിലെ 5:30 ബീച്ച് കുളിക്കാൻ പോകുന്ന ഒരു പ്രത്യേകതരം സൈക്കോകളാണ് പറവകൾ. അൻഷ, ഇങ്ങനെയുണ്ട് ധനുഷ്കോടി എൻ്റെ ചോദിക്കുന്നത്. അൻഷ ഈസ് സോ ലക്കി. കാരണം ഞാൻ 43 വയസ്സിലാണ് രാമേശ്വരം ധനുഷ്കോടി വരുന്നത്. അൻഷ അതാ ഇപ്പം തന്നെ പോയി. കൂടി അൻഷനോട് അസൂയ ഉണ്ടെങ്കിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്ര സ്ഥലങ്ങൾ കാണുന്നത് മാത്രമാണ്. അതെ. അപ്പോൾ എന്താ നമ്മൾ ആർ യു റെഡി? ഓക്കെ. അപ്പം ഞങ്ങൾ പാമ്പൻ പാലവും ഫ്ലോട്ടിംഗ് സ്റ്റോണും ആര്യമ്മൻ ബീച്ചും കണ്ടിട്ട് വരാം. കിലോമീറ്റർ നമ്മളിവിടെ ഇതിലേ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ എന്താ പറയുക, കാർമേഘം. അതെ അതെ, കാർമേഘം വന്ന്
they flow down, and their songs entwine with the trees that stand, knotted in time by nature's hand. Each echoing step on the forest floor opens a world through an ancient door. The silence alive, yet brimming with sound. In the arms of solitude, I am found. Oh, whispering pines, sing me your tune. Caught in the rhythm, the stars and the moon. Teach me the language of rustling leaves, stories that linger on the breath of the breeze. ഇപ്പോൾ രാവിലെ 7:30 ഞങ്ങളിവിടെ 6:45 വന്നത് ആര്യപ്പൻ ബീച്ചിൽ. നമ്മൾ എപ്പോഴും രാവിലെ പോകുമ്പോഴാണ് ഏറ്റവും ഭംഗി. കുറച്ച് കഷ്ടപ്പാടാണ് രാവിലെ നീക്കാനൊക്കെ. ഇവിടുന്ന് 4:45 നീക്കുമ്പോൾ ഭയങ്കര അയ്യോ എന്നായിരുന്നു. പക്ഷേ രാവിലെ വരുമ്പോഴത്തെ ഒരു ഭംഗിയും ഒരു പോസിറ്റിവിറ്റി. ഇന്ന് ആ പാമ്പൻ പാലൊക്കെ നിൽക്കുമ്പോഴല്ലേ, ഓ മൈ ഗോഡ്, അതൊരു ഔട്ട് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. സോ whenever you travel, try to explore early in the morning. കുറേ കിടന്നുറങ്ങാതെ. ടീമാണ് അവിടെ നിൽക്കുന്നത്. നമ്മൾ വെള്ളത്തിൽ ചേച്ചി മാത്രമേ കുളിച്ചുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് നനയേ ചെയ്തുള്ളൂ. നമ്മുടെ ടീമിനെ കാണുന്നു. ടീമാണ് ഇവിടെ ഉള്ളത്. 7:30 രാവിലെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പച്ച കളറിൽ അവിടെ ദൂരെ ഒരു കല്ല് കണ്ടോ, ഇതിൻ്റെ മിഡിലിൽ രണ്ട് പാലത്തിൻ്റെ ഇടയിലൂടെ. അതാണ് ലൈം സ്റ്റോൺ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് സ്റ്റോൺ എന്നറിയപ്പെടുന്ന രാമേശ്വരത്തെ കല്ല്. ആ കല്ല് കണ്ടോ, വലിയ കല്ലാണ്. അതാണ് ഇത് നോക്കിയാ ഫ്ലോട്ടിംഗ് സ്റ്റോൺ കണ്ടോ. അവിടെ നേരെ നോക്കാം, അവിടെ പച്ച കടല് കല്ല് കിടക്കണുണ്ടോ. ആ കാലത്തിൻ്റെ അടിയിൽ കല്ല് കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ടോ. ശരിക്കും നോക്കിക്കോളൂ. ശരിക്കും അതെ പ്യൂമിക് സ്റ്റോൺ ആണ്. ലൈം സ്റ്റോൺ ആയതുകൊണ്ട് അതിന് കട്ടി കുറവായതുകൊണ്ട് കേട്ടോ വലിയ കല്ലാണ്. പക്ഷെ അത് നല്ല കേട്ടോ എയർ പോക്കറ്റ്സ് ഉണ്ടാവും. അതാണ് അതാ കിടക്കുന്നത്. അത് അവിടെ ഡാൻസ് ചെയ്യുന്നത് അല്ലല്ല, ഫ്ലോട്ടിംഗ് സ്റ്റോൺ. ആ ഫ്ലോട്ടിംഗ് സ്റ്റോണോ കണ്ട കണ്ട. ആ മരക്കുറ്റിയൊന്നും അല്ല, അത് ഫ്ലോട്ടിംഗ് സ്റ്റോണാണ്. മരക്കുറ്റിയാണെങ്കിൽ അത് പോയിട്ടുണ്ടാവും. അത്രയും ഫ്ലോട്ടിംഗ് അല്ല. വീണ്ടും രാവിലെ ഇപ്പോൾ സമയം 8:30. ഞങ്ങൾ രാവിലെ 6 മണിക്ക് ഇവിടെ വന്നിരുന്നു. എഗെയിൻ നമ്മൾ വന്നു ഫ്ലോട്ടിംഗ് സ്റ്റോൺ കാണാൻ വേണ്ടി. നമ്മളുടെ ഫ്ലോട്ടിംഗ് സ്റ്റോൺ നമ്മളുടെ ടീമിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രിപ്പ് കഴിയാണ്. ഞങ്ങളിന്ന് ഉച്ചക്കത്തെ ട്രെയിനിൽ തിരിച്ചു പോകും. ഇനി റൂമിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് ദിവസം റെസ്റ്റ്, പിന്നെ പാക്കിംഗ്. അടുത്ത രാമേശ്വരം യാത്ര ഏകദേശം ഈ മാസം